മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരടക്കമുള്ള 9 പേരുടെ ദാരുണാന്ത്യം അതീവ ഞെട്ടിക്കുന്നതും ഹൃദയഭേദകവുമാണ്. നമ്മെ വിട്ടുപിരിഞ്ഞവർക്ക് കഴിഞ്ഞ ദിവസം മലപ്പുറത്തെത്തി ഞാൻ ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അധ്യയനത്തിലും കുട്ടികളുടെ എണ്ണത്തിലും ഏറെ പുറകിൽ നിന്ന ഈ സ്കൂളിനെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് ഈ അധ്യാപകർ. ആ സേവനം വിസ്മരിക്കാനാവില്ല. GLPS പാങ്ങിലെ ഹെഡ് മിസ്ട്രസ് അജിത, അധ്യാപകരായ മജീദ്, ആശ, റംല, സുഹറ, പാചകത്തൊഴിലാളി സാജിദ, GUPS പാങ്ങിലെ അധ്യാപികയായ ഷക്കീല, മജീദിൻ്റെ ഭാര്യ റുഖിയ, സൂറയുടെ മകൻ ഹിഷോം എന്നിവരാണ് ഈ അപകടത്തിൽ നമ്മോട് വിട പറഞ്ഞത്. ഈ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള എല്ലാവിധ സഹായങ്ങളും സർക്കാർ ഉറപ്പാക്കും. വേനൽ അവധിക്കാലമാണെങ്കിലും സ്കൂളിൻ്റെ പ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇതിനായി ചില അടിയന്തര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. താൽക്കാലിക ചുമതല: GUPS പാങ്ങിലെ പ്രധാന അധ്യാപകൻ ശ്രീ അഹമ്മദ് കുട്ടിക്ക് GLPSൻ്റെ താൽക്കാലിക ചുമതല കൂടി നൽകും. അധ്യാപക നിയമനം: ആവശ്യമായ അധ്യാപകരെ അടിയന്തരമായി താൽക്കാലികമായി നിയമിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. താൽക്കാലികം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർവീസിലുള്ള അധ്യാപകരെ ഈ സ്കൂളിൽ താൽക്കാലികമായി നിയമിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കും. മലപ്പുറം DDയുടെ ചുമതല വഹിക്കുന്ന മലപ്പുറം DEO ശ്രീമതി സുനതയ്ക്കായിരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം. പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ശ്രീ സന്തോഷ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കും. കൗൺസിലിംഗ് സംവിധാനം: ദുരന്തം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുവാൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തും. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പുമായി ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. വനിതാ ശിശുക്ഷേമ വകുപ്പ് മലപ്പുറം ജില്ലാ ഓഫീസർ ശ്രീ ഗോപകുമാറിനായിരിക്കും കൗൺസിലിംഗ് സംവിധാനം ഒരുക്കുന്നതിൻ്റെ ചുമതല. സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ കൗൺസിലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കും. ഇവരെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആകുന്ന ഘട്ടത്തിൽ അത് നടപ്പിലാക്കും. ഈ വിഷമഘട്ടത്തിൽ വിദ്യാലയത്തിനും കുടുംബാംഗങ്ങൾക്കൊപ്പം സർക്കാർ പൂർണ്ണമായി നിലകൊള്ളും. ഇന്ന് രാവിലെ ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായത്തിനുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ച അന്ന് സമർപ്പിക്കുന്നതാണ്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹി NCR മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നേരിടുന്ന ഞെട്ടിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ കേരളത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. CPIM ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. അവിടെ തൊഴിലാളികൾ മാന്യമായ കൂലിക്കോ മെച്ചപ്പെട്ട സേവന വ്യവസ്ഥകൾക്കോ വേണ്ടിയല്ല സമരം ചെയ്യുന്നത്, മറിച്ച് ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. പണപ്പെരുപ്പവും പാചകവാതക ക്ഷാമവും കാരണം സാധാരണക്കാരുടെ ജീവിതം നരകതുല്യമായിരിക്കുന്നു. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും നിലവിലുള്ള തുച്ഛമായ മിനിമം വേതനം കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിന് അന്തസ്സായി ജീവിക്കാനാവില്ല. അതുകൊണ്ടാണ് ഡൽഹി NCR മേഖലയിലെ മിനിമം കൂലി പ്രതിമാസം 26,000 രൂപയായി അംഗീകരിക്കണമെന്ന് അവിടുത്തെ യൂണിയൻകാർ ആവശ്യപ്പെടുന്നത്. 85 തൊഴിൽ മേഖലയിൽ മിനിമം വേതനം നടപ്പിലാക്കിയ കേരള മാതൃക
കേന്ദ്ര സർക്കാരിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും മുന്നിലുണ്ട്. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് പകരം ഉത്തർപ്രദേശ്, ഹരിയാന സർക്കാരുകൾ ക്രൂരമായ പോലീസ് അടിച്ചമർത്തലിലൂടെ അവരെ നേരിടുന്നു എന്നതാണ്. ഗർഭിണികളായ സ്ത്രീകളെപ്പോലും ക്രൂരമായി മർദ്ദിക്കുകയാണ്. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ക്രമസമാധാന പ്രശ്നമാക്കി കണ്ട് തൊഴിലാളി നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലടയ്ക്കുന്ന രീതി അംഗീകരിക്കാനാവില്ല. നോയിഡ സന്ദർശിച്ച എംപിമാരടങ്ങുന്ന പ്രതിനിധി സംഘത്തെ കാണാൻ പോലും അവിടുത്തെ ഭരണകൂടം തയ്യാറായില്ല എന്നത് അഹങ്കാരമാണ്. അത്തരം അഹങ്കാരങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ സ്ത്രീ സംവരണവുമായി നടന്ന വോട്ടെടുപ്പിൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. അടിയന്തരമായ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം. അറസ്റ്റ് ചെയ്ത തൊഴിലാളികളെ മോചിപ്പിക്കണം. കുടിയേറ്റ തൊഴിലാളികൾക്ക് സബ്സിഡി നിരക്കിൽ പാചകവാതകം ലഭ്യമാക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കുമായി മുന്നോട്ട് പോകുന്ന നിലപാടുകൾക്കെതിരായുള്ള ഈ പോരാട്ടത്തിൽ കേരളത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഞാൻ പ്രഖ്യാപിക്കുകയാണ്.